വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ സ്ട്രേഞ്ചർ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. നമ്മളെ ബസ് അവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ അപ്പോൾ ഫുൾ ചളിയോടെ കുളിച്ചെടുക്കുന്ന വണ്ടിയാണ്. ഞാൻ എന്നൊന്ന് കഴുകിയത് അവിടെ ഇട്ടിട്ട് പൈപ്പിൽ എന്ന് വെച്ചാൽ കുടിവെള്ളത്തിന് വേണ്ടി ഡിക്കിയിൽ കുറച്ച് വെള്ളം ഉണ്ടായി. ആ വെള്ളം ചെറുതായിട്ടൊന്ന് എടുത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അപ്പം നമുക്ക് ബസ് എന്തായാലും എടുത്തേക്കാം. പിന്നെ ഇന്ന് രാത്രി വണ്ടിക്ക് കുറേ കംപ്ലൈൻറ്റ് വന്നിനി. അത് അറിഞ്ഞുതരാം. വണ്ടിക്ക് നല്ല കംപ്ലൈൻറ്റ്സ് വന്നിനി. അപ്പം ഞാൻ നിർത്തിയിട്ട് നേരത്തെ കുറച്ചും കൂടി ഫ്രണ്ട് ലോഡിലേക്ക് ആക്കിയിടാമെന്ന് പറഞ്ഞ് ഫ്രണ്ടോട്ടേക്ക് ആക്കിയിട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ അതൊരു പ്രശ്നം വന്ന്. പിന്നെ കുറേ പ്രശ്നങ്ങളാണ് വന്നത് വണ്ടിക്ക്. അതൊന്നും പറയില്ല. നമുക്ക് വണ്ടി എടുത്ത് നേരെ സ്ട്രേഞ്ചർ ട്രിപ്പ് ഒന്നും കൂടി തുടങ്ങിയേക്കാം. ഇത് പാർട്ട് 2 ആണ് സ്ട്രേഞ്ചർ ട്രിപ്പിൻ്റെ. അതേ പറയാം. പാർട്ട് 1 കാണാത്തവരുണ്ട് പോയി കാണാം. അതിന് വ്യൂസ് ഒന്നും കിട്ടിയില്ല. അത് ആദ്യം പറഞ്ഞുതരാം. അതിന് വ്യൂസ് ഒന്നും കിട്ടിയില്ല. ഇന്നൊരു വ്യൂസ് കിട്ടിയായിരിക്കും. മറ്റേതിൽ ഞാൻ ഇത് ഇടാൻ മറന്നുപോയി. എന്നുവെച്ചാൽ ഗാലക്സി ഫോട്ടോ ഒന്നും ഇടാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കും വ്യൂസ് കിട്ടാത്ത. ആരെങ്ങനെ കാണാനല്ലേ അങ്ങനെ നമ്മളെ വീഡിയോസ് ഇങ്ങനെ ആരും കാണുന്നില്ല. പിന്നെ നമ്മളെ തന്നെ എല്ലാവർക്കും ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മളെ പുതിയ ചെക്ക് ഇറങ്ങാൻ പോവാണ്. ചേസിന് വേണ്ടി അശ്വിൻ ബ്രോ ഇന്നലെ വയനാട്ടിൽ ഗാലക്സി വിഷ്ണുവിൻ്റെ ഇപ്പോൾ വയനാട്ടിൽ കൂടെ പോയത് നമ്മൾ കണ്ടപ്പോൾ. അപ്പോൾ അശ്വിൻ ബ്രോ ഇനി അവിടെ നിന്ന് നേരെ KSRTC പിടിച്ച് കോഴിക്കോടിലേക്ക് വരണം. കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. എന്നെ വിളിച്ചിനി. അപ്പോൾ ചേസ് കമ്പനിയിലേക്ക് പോവുകയാണ്. പ്രകാശനും ബോഡിയും അടിച്ചിന് വരും നമുക്ക്. അതിന് ഞാൻ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ചിത്രം അടിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പേരൊക്കെ അടിക്കൂലേ വണ്ടിയുടെ Z1 അല്ല എന്തേലും വരാൻ വന്നേ ഗാലക്സി അങ്ങനത്തെ പേരുകളില്ല. അത് അടിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ ഫുൾ വൈറ്റ് ആക്കിയിട്ട് നമ്മളെ വണ്ടി വരിക. ഫുൾ വൈറ്റ് ആക്കുമ്പോൾ വണ്ടി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ലോറിക്കാരൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. സഡൻ ബ്രേക്കാണ് പിടിച്ച്. എന്നാലും ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. അയാൾ ബ്രേക്ക് പിടിച്ച്. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ വിടാം. കുറച്ച് ലെങ്ത് ആവേണ്ട. ഇന്നലെ വണ്ടി ഇന്നലെ പിന്നെ ഞാൻ ഒന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഡോറ് ജാമായി. ഇവരെ ഡോറില്ലേ പാസഞ്ചർ ഡോർ അത് ജാമായി. പിന്നെ എങ്ങനെയൊക്കെയോ ആക്കിയിട്ടാണ് നമ്മൾ ബസ് എടുത്ത് ഓടിപ്പോൾ. ഇനി വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. പിന്നെ ഇന്നലെ ഇവിടെ ഒരു ഇത് വന്നിനി ലോഡിംഗ് മാപ്പ്. അപ്പോൾ ലോഡിംഗ് മാപ്പ് കഴിയട്ടെ. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ്. സ്ട്രേഞ്ചർ ട്രിപ്പ് വന്നിട്ട് കാഴ്ചകൾ കാണാണ്ട് എല്ലാം കിടന്ന് ഉറങ്ങുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. എന്നാലും പിന്നെ പേടിക്കുകയാണ്. വണ്ടി എന്തെങ്കിലും ആരെയും കൊണ്ടുപോകുമെന്ന് എന്തെങ്കിലുമൊക്കെ. ഞാൻ എന്ത് ചെയ്ത് പാസഞ്ചർ ബാക്കിൽ സീറ്റുണ്ട്. ഒരു 4 സീറ്റ് ഒഴിവാണ്. ഞാൻ എന്ത് ചെയ്തു അവിടെ ഇങ്ങനെ കാലും ഇട്ട് കിടന്ന് ഉറങ്ങി. ഫ്രണ്ട് സീറ്റൊക്കെ ലോക്കാക്കി വെച്ച്. പിന്നെ എല്ലാവരും നല്ല ഉറക്കം ഉറങ്ങിയില്ല. പക്ഷെ ഇപ്പോഴും എല്ലാവരും ഉറങ്ങുകയാണ്. പകുതി വരും. വണ്ടിയുടെ ലൈറ്റ് ഫുൾ ഓണാണ്. എന്നിട്ടും എല്ലാവരും കിടക്കുകയാണ്. നമുക്ക് ഈ വഴിക്കൂടെ കൊണ്ട് വെട്ടിച്ചടിച്ചു പോവാം. വണ്ടി തട്ടിയില്ല. ജസ്റ്റ് ബസ് ഞാൻ അങ്ങനെ എടുത്താൻ ഇപ്പം തട്ടീനി. ഇങ്ങനത്തെ കമ്പനി ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഒറ്റ വളക്കലേനി. ഡ്രൈവിങ് സ്കില്ല് എങ്ങനെ ഉണ്ട് ഇഷ്ടമായോ? വേണ്ട ഈ ആ ബസ്സിനെ വെട്ടിക്കും ഞാൻ. എനിക്ക് ഒരു 20 ലൈക്ക് തരണം നിങ്ങൾ. അയ്യോ വണ്ടിയിൽ കൺട്രോൾ പോകുന്നുണ്ടല്ലേ. സ്പീഡിൽ വിട്ടേക്കാം പറഞ്ഞിട്ട്. വണ്ടി വളക്കാൻ പറ്റുള്ള ശരിക്കൂടെ പോയാൽ മതി. ട്രാഫിക് ഉണ്ട് അവിടെ. ഒരു നിർത്തൂ ഒരു നിർത്തി. ഇപ്പം നമ്മൾ ഫുള്ള് ഹോൺ അടിക്കുകയാണ്. എന്നിട്ട് വളച്ചാലും നമുക്ക് പണി കിട്ടും.
ഒരു ബാക്ക് എടുക്കണം. നമുക്ക് മെല്ലാതെ പോയിട്ട് ഏടിയാ കറുമ്പക്ക് ഇങ്ങോട്ടാ പോകാനുള്ളത്. ഇതെന്താ കൂട്ടമത്സരം എൻ്റെ അമ്മച്ചിയെ. ഞാൻ ഇപ്പം വീണ്ടും അവിടെ കൊണ്ട് തട്ടിക്കേനി. ഈ ബസ്സുകാരെന്താ ഹോൺ അടിച്ചിട്ടു മാറാത്ത ലൈറ്റ് അടിച്ചോക്കാം. ടിക്ക് 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 പീ 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 പീ. സാധാരണ വണ്ടിക്കാരൊക്കെ ഒന്ന് മാറിയിട്ട് തരില്ല. മോനെന്താ മാറി തരാത്ത? മോനെ വെട്ടിക്കണം കഴിച്ചു. പൊട്ടുന്നാറൊന്ന് പോ. ആ ബസ്സിന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നല്ല സുഖത്തിൽ പോവുകയായിരുന്നു. ബസ് ഒന്നും വേണ്ടി ആർഡിഎസ് ആ നമ്മളെന്തായാലും അറിയിച്ചാളോ തന്നെ. ഇപ്പം ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ നമ്മൾ വണ്ടി കഴുകും. അത് നമുക്ക് മെയിനായിട്ട് വേണം. കാരണം നിങ്ങൾ ചാളിയിൽ കൊണ്ടുനടക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല. ആർക്കാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു അർപ്പയ്ക്കത് ഒരു ചളി കുളിച്ച് പോകണം. ഒരു വണ്ടിയിൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടാവും. പിന്നെ എന്തോ നോയ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു മിനിറ്റ്, വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊന്ന് നോക്കിയിട്ട് തരാം. അതുവരെ വണ്ടി ഒന്ന് ഓഫാക്കിയിട്ടേക്ക്. ചൂടാവുന്നുണ്ട് വണ്ടി. ഇൻഡിക്കേറ്റർ ഇല്ലേ? ഇൻഡിക്കേറ്ററിന് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഒരു മിനിറ്റ് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല. എനിക്കെന്തോ തോന്നിയതാണ്. വണ്ടി മെല്ലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രേഞ്ചർ ട്രിപ്പ് സീനാവോ ഉറപ്പാണ്. ഗൈസ് ഗാലക്സിയൊക്കെ എവിടെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. വണ്ണസൊക്കെ ഇവിടെയോ ഉണ്ടാവും ഇപ്പോൾ. ഗാലക്സി വണ്ണസു ഗൈസ് നമ്മളെ വണ്ടി ZS3 വരണോ, Z1 വരണോ, BRM വരണോ, BRM ബോസിൽ വരണോ കമൻറ്റ് ചെയ്യുക. ഏത് ചേസ് ബോഡിയിലങ്ങ് വരണ്ടേ കമൻറ്റ് ചെയ്യുക. ഞാൻ Z1 ZS3 ഇത് ഞാൻ ഏതെങ്കിലും ഏരിയ ഞാൻ ആക്കുക. ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. പക്ഷെ അത് ചെറുതായിട്ട് ഓടിച്ചിട്ട് എന്നിട്ട് ഓടിയില്ലേ. അതാണ് സംശയം. വണ്ടിക്ക് പണി കിട്ടുമെന്ന്. ഈ വഴിയോ? നമ്മൾ സ്ഥലത്തി നമ്മൾ സ്ട്രേഞ്ചർ ട്രിപ്പ് കഴിഞ്ഞ്. നമ്മൾ സ്ട്രേഞ്ചർ ട്രിപ്പ് ഇവിടെ കൂടെ അവസാനിച്ചു എന്ന് കരുതണ്ട. ഇനി വേറെ ആൾക്കാരെയും ഗൈസ് ഇനി നമുക്ക് വേറെ ആൾക്കാരെയും കുറച്ച് കൂട്ടാനുണ്ട് ഗൈസ്. വണ്ടി സ്റ്റാർട്ട് കയറ് വണ്ടി. ഗൈസ് നമ്മളിതാ വേറെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക്. ഇനി ഇതാ ഇവരെ സ്ട്രേഞ്ചർ ട്രിപ്പിന് ഇപ്പോൾ കയറിയവരൊക്കെ നമ്മൾ ഇറക്കാൻ പോവാണ്. ഇവർക്ക് ഇതുവരെയാണ് സ്ട്രേഞ്ചർ ട്രിപ്പ് നമ്മൾ ഇട്ടത്. ഇനി പുതിയ ആൾക്കാർ വരും ഗൈസ്. സ്ട്രേഞ്ചർ ട്രിപ്പിനുള്ള പുതിയ ആൾക്കാർ ഇനി കയറാൻ പോവാം. ഇവരൊക്കെ അവിടെ അങ്ങനെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ സ്ട്രേഞ്ചർ ട്രിപ്പിന് വന്നവർ. നമുക്ക് പുതിയ ആൾക്കാരെ കൂട്ടണ്ടേ ഗൈസ്. നമ്മളൊരു സ്ട്രേഞ്ചർ ട്രിപ്പ് കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ അതാ ഒരു 33,000 ഉറുപ്പ്യാണ് തരുന്നത്. നമുക്കതൊന്ന് വാങ്ങിയിട്ട് കാണാം ഗൈസ്. ഇവരെയൊക്കെ നമ്മൾ ഇറക്കി വിട്ടുണ്ട്. ഇനി അടുത്ത സ്ട്രേഞ്ചർ ട്രിപ്പിനുള്ളവരെ നമുക്ക് കൂട്ടാൻ പോവാം. വിഷ്ണു നമ്മളെ വിളിച്ചിന് ഗൈസ്. ഓരോ അടുത്ത സ്ട്രേഞ്ചർ ട്രിപ്പിന് ആളെ കൂട്ടാൻ പോവാണെന്ന്. നമ്മൾ സ്ട്രേഞ്ചർ ട്രിപ്പ് ഇങ്ങനെയാണ് ഗൈസ്. പകുതി വരെയുള്ള ആൾ ബാക്കി പകുതി വരെയുള്ള ആളാണ്. ഓരവിടെയൊക്കെ ഉണ്ട്. ഇവരാണ് ഇനി പുതിയ ആൾക്കാർ സ്ട്രേഞ്ചർ ട്രിപ്പിൻ്റെ. എല്ലാവരും കയറിക്കോളി. നമുക്ക് ബസ് എടുക്കാം ഗൈസ്. എല്ലാവരും കയറി ബസ് എടുക്കുക. ഹായ് മക്കളെ, നിങ്ങൾ എത്ര പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ സ്ട്രേഞ്ചർ ട്രിപ്പിന് 3 പ്ലേസാണ് ഉള്ളത്. 3 സ്പേസിൽ ഓരോ ആൾക്കാർ വെച്ച് കയറും. അടുത്ത സ്ഥലത്ത് ഒരാൾ വെച്ച് കയറും ഗൈസ്. അടുത്ത സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. കാരണം ഓരവരെ അവിടെ ഇറക്കും. അപ്പോഴാണ് ഗൈസ് നമ്മൾ ഫുൾ ക്യാഷ് കിട്ടുക. ഒരു പറഞ്ഞ ഏകദേശം ഒരു
16 കിട്ടുക. അപ്പം നിങ്ങളെ ഓവർ സ്പീഡ് ഇതൊക്കെ കൊണ്ട് നമുക്കൊരു കുറച്ച് കൂടുതൽ പൈസ തന്നുണ്ട്. എൻ്റെ മോനെ ഇപ്പം സ്ട്രേഞ്ചർ ട്രിപ്പിന് ഒരാൾക്ക് 1800 റുപ്യാണ് വാങ്ങുന്നത്. 1800. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 30 പേരുണ്ടാവും. 30,000 എനിക്കറിയാം. ഇത്രയും അവർ തരുന്ന വെച്ചാൽ അതും ആകും. അതാണ് ഇനി പാക്കേജ് അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ 1800 ആയിരിക്കില്ല, ടോട്ടൽ ബില്ലിടും. അതായിരിക്കും ഒരു തരിക നമുക്ക്. അശ്വിംബ്ര ടോട്ടൽ അവർക്കൊക്കെ ബില്ലിട്ട് കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പിൽ. അതൊക്കെ ഒരു തരികയും നമുക്ക് വേഗം. ഇവരൊരു ഫാമിലി ആയിരിക്കും, എനിക്കറിയില്ല. കാരണം ഇവർ സ്ട്രേഞ്ചർ ട്രിപ്പ് എന്ന് വെച്ചാൽ അറിയാത്തവരായിരിക്കുമല്ലോ. പകുതി ഒരു അറിയുന്നവരായിരിക്കും. കാരണം ഒരു സ്ഥലത്ത് നിന്ന് അവരൊക്കെ കയറുന്നു. വണ്ണസ് ഇതുവരെ സെക്കൻഡ് ട്രിപ്പ് എടുത്തില്ല. സ്ട്രേഞ്ചർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ട്രിപ്പ് എടുത്തില്ലേ. സ്ട്രേഞ്ചർ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലായില്ലെങ്കിൽ ഇപ്പം നമ്മളെ കോഴിക്കോട് നിന്ന് ഒരാളെ എടുത്തല്ലോ, ഒരു ടീമിനെ എടുത്തല്ലോ സ്ട്രേഞ്ചർ ട്രിപ്പ്. അതെന്ന് വെച്ചാൽ അശ്വിംബ്രോൻ്റെ പാക്കേജാണ്. ഇപ്പോൾ എൻ്റെ ബസ്സിൽ നിൽക്കുന്ന എൻ്റെ പാക്കേജാണ്. ആദ്യത്തെ ഫുൾ നമ്മൾ അശ്വിംബ്രോൻ്റെ പാക്കേജാണ്. ആ 3 ബസ്സിലുള്ള അശ്വിംബ്രോൻ്റെ. ബാക്കി എല്ലാ ഡ്രൈവേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ഈ പാക്കേജ് എൻ്റെ, അത് വിഷ്ണുവിൻ്റെ പാക്കേജാണ് ഗാലക്സി. പിന്നെ വണ്ണസിൻ്റെ അതിൻ്റെ പാക്കേജ് അങ്ങനെയാണ്. ഇവരെന്താ വണ്ടി എടുക്കാത്തത്? സിഗ്നലി ഇങ്ങോട്ടാണ് പോകുന്നത്. വണ്ടി ഉണ്ടോ? വണ്ടി എത്തും. നമുക്ക് ഇങ്ങോട്ടിരിക്കാം. നമുക്ക് ഇങ്ങോട്ടാണ് പോകാറുള്ളത്. നമ്മൾ എത്ര സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു ഒറ്റ ബസ് കൊണ്ട് പോണേ. വണ്ടി ചളി കുളിച്ച് കിടക്കുക. എന്തായാലും നമ്മൾ കഴുകുക, ഉറപ്പാണ്. നമ്മൾ കഴുകിയിട്ടേ വണ്ടി എടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഇതുവരെ കാണിച്ചൊന്നുമില്ല. കാണിച്ചേ. വെയിറ്റ് ആൻഡ് സീ. ഇതാണ് നമ്മളെ ഇൻറ്റീരിയർ വണ്ടീൻ്റെ. രംഗണ്ണാൻ്റെ ഫോട്ടോ കൊട്ടിച്ച് സീനാക്കി വെച്ചാൽ ഇവിടെയാണ് രംഗണ്ണാൻ്റെ ഫോട്ടോ. രംഗണ്ണോയ്, ഇതാണ് നമ്മളെ ക്യാബിന്. അത് പറയണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് നമ്മളെ ക്യാബിന്. നമ്മളെ സ്റ്റിയറിങ്, ക്ലച്ച് ബ്രേക്കൊക്കെ അടിയിലാണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. ഇവരൊക്കെ എന്താ നമ്മളെ കയറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. വണ്ടി നല്ല ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി എടുക്കാം. അശ്വിംബ്രോൻ്റെ നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണിത്. അശ്വിംബ്രോ ശരിക്കും എന്താ ഓടിച്ചാൽ എനിക്കിപ്പോൾ സംശയം. എൻ്റെ വണ്ടിയുടെ ചേസ് എടുക്കുക അശ്വിംബ്രോ പോണ്. അശ്വിംബ്രോൻ്റെ പാക്കേജിൽ ഇപ്പോൾ ഞാൻ പോകും. ഏതാല്ലേ ഇതേമേ ടോള് വരല്ലേ. എൻ്റെ ഇനി പൈസ ഇല്ലേ. ഒറ്റ ബ്രേക്കിടല്ലേ എൻ്റെ മോനെ. ഗൈസ് 5000 റുപ്യ കൊടുക്കേണ്ടിയാണ്. ഗൈസ് ഒരു 2 മിനിറ്റ്. ഇതാ വണ്ടി എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്.